ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം പുതിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇഞ്ചമ്പുളി, പുളിയിഞ്ചി, അങ്ങനെയൊക്കെ പല നാട്ടിലും പല പേരാണ്. ഞങ്ങളിവിടെ ഇഞ്ചമ്പുളി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഇഞ്ചമ്പുളിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇഞ്ചി, പച്ചമുളക്, ഉണക്കമുളക്, കൊച്ചുള്ളി ഒരു 2-3 എണ്ണം, പിന്നെ കറിവേപ്പില, ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് ശർക്കര. ഞാനിപ്പോൾ ഇവിടെ 2 അച്ചാണ് എടുത്തിരിക്കുന്നത്. കറുത്ത പുളി വേണം കേട്ടോ, നല്ല കറുത്ത പുളിയായിരിക്കണം. ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയതാണ്, അതുകൊണ്ട് നല്ല കറുത്ത. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ടേസ്റ്റ് എങ്ങനെയാണ് വരാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ചട്ടി ചൂടാക്കുക, അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് നല്ല പോലെ വഴറ്റുക. ഇഞ്ചി നല്ല പോലെ വഴറ്റണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ കളറാവുന്നവരെ വഴറ്റണം. അല്ലാതെ വഴറ്റൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നല്ല പോലെ വഴറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ കയ്പ്പ് രസം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നല്ല പോലെ വഴറ്റാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിയും പച്ചമുളകും അതേപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല പോലെ വഴറ്റുക. ഒരു പകുതി കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ഉണക്കമുളക് ഇടാം. കാരണം ഫസ്റ്റ് തന്നെ ഉണക്കമുളക് ഇട്ടാൽ പെട്ടെന്ന് കരിയും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമുളക് ഇഞ്ചമ്പുളിയിലത്തെ. അത് തിരുമ്മി ചോറിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്, കളറൊന്ന് മാറി. വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട്, അതിന് ശേഷം നമുക്ക് ഓൾറെഡി പുളിയിൽ ഉപ്പിട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായി, എന്നാലും ഉപ്പിടുക. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് നല്ല പോലെ വഴറ്റുക. തീ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ അതൊക്കെ ചെയ്യാൻ. അതിന് ശേഷം പുളിവെള്ളം ഒഴിക്കുക. പുളിവെള്ളം ഒഴിച്ച് നല്ല പോലെ വറ്റിക്കണം. ആവശ്യത്തിന് മധുരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ 2 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. അപ്പോൾ ഞാൻ പൊടിച്ചതിൽ കല്ലില്ല എന്ന് ഉറപ്പായതിന് ശേഷമാണ് ഇട്ടേക്കുന്നത്. ചില കല്ലുണ്ടാവും, അപ്പോൾ നമ്മൾ അരിച്ചിട്ട് വേണം ഇടാൻ. ഇതിപ്പോൾ കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് ഇടുകയാണ് ചെയ്തത്. എന്നിട്ട് നല്ല പോലെ വറ്റിക്കുക. ഇതിപ്പോൾ എൻ്റെ മോളുടെ നിർബന്ധപ്രകാരമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുളിയിഞ്ചി എന്ന് പറയുന്ന സാധനം. ഇതുണ്ടെങ്കിൽ അവൾ ഇഷ്ടം പോലെ ചോറുണ്ടോളും. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഇത് സക്സസ് ആയി ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് വറ്റി വരുന്നുണ്ട്. വറ്റി വരുമ്പോൾ ലാസ്റ്റ് ഒരു കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നല്ല പോലെ വറ്റിക്കണം. സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ വറ്റിക്കാനായിട്ട്. പെട്ടെന്ന് അത് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ പുളിയുടെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് നല്ല പോലെ വറ്റിക്കുക. എന്നിട്ട് മുളക് കണ്ടില്ലേ, മുളകൊക്കെ ഇപ്പോൾ കറുത്ത് വരും. നല്ല പോലെ വറ്റി വരുമ്പോൾ കറുത്ത് വരും പുളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു മുളക്. അതിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. നല്ല പോലെ വറ്റിയിട്ടുണ്ട്. വാവ്, അപ്പം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്. ഇത് എത്രയേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് ആർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണും വരെ ബൈ.